അപ്പം ഇന്നലെ 2 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആവേശവും വർഷങ്ങൾക്ക് ശേഷം. അപ്പം അതിനകത്ത് ഞാൻ കണ്ടത് ആവേശമാണ് ആദ്യം കാണാൻ പോയത്. അപ്പം ഫഹദ് ഫാസിൽ പിന്നെ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക്, ജിത്തു മാധവൻ ആവേശത്തിൻ്റെ ഡയറക്ടറല്ലേ, പുള്ളിയുടെ സിനിമയ്ക്കായിരുന്നു. പട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി സാധനം. അടിപൊളി എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു കിണ്ണ എക്സ്പീരിയൻസ്. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫാണ് മോനെ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഇൻ്റർവെൽ സീനിൻ്റെ ഒരു കോളേജ് ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ്. ഫൈറ്റ്, പിന്നെ കളർ ഗ്രേഡിങ്, എല്ലാം അടിപൊളി. അതുപോലെ തന്നെ ഫഹദ് ഫാസിലെ ആക്ടിങ്, എൻ്റെ പൊന്നെ ഫഹദ്ക്ക എന്താണിക്ക, ഒരു വേറെ ലെവലിൽ നിൽക്കുക. ഫാഫനുമ കിണ്ണ അഭിനയം. ജീവിക്കണം ആ ക്യാരക്ടർ പുള്ളി അതേപോലെ ഇങ്ങനെ വേറെ ലെവൽ. ഈ രാജമാണിക്യം ആ ഒരു സെറ്റപ്പൊക്കെ പുള്ളിക്ക്. ഇടയ്ക്ക് അമ്മയുടെ പാസമൊക്കെ വന്നു, അമ്മേനോടുള്ള സ്നേഹം, അങ്ങനത്തെ സംഭവമൊക്കെ. പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ, പാട്ടെന്നൊക്കെ പറഞ്ഞാൽ പാടറാവിയത് ആ ഇലുമിനാറ്റി. ആ പാട്ട് ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കേട്ടുവാണെങ്കിൽ ഒരു നൈസായെന്ന് എനിക്കൊരു തോന്നലുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ BGMും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അടിപൊളി. എല്ലാ സോങ്ങൊക്കെ വേറെ ലെവല് സാധനങ്ങൾ. സുശീൽ ശ്യാം സൂപ്പർ ബ്രോ. പുള്ളി അടിപൊളിയായിട്ട് പുള്ളിക്ക് പറ്റണ അത്രയും പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ഇനിയും പറ്റുമായിരിക്കും കേട്ടോ. സിനിമ ഒരു രക്ഷയില്ല ബ്രോ. അതും ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറാണ് അതിനകത്ത് മെയിൻ. പുള്ളി രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റണ അത്രയും പുള്ളി ചെയ്തിട്ടുണ്ട്. രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ സിനിമേനെ അത്രയും കൊണ്ടുപോകാൻ കാരണം ഫഹദ് ഫാസിൽ തന്നെയാണ്. അതും വേറൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ അവർ 3 ആ പിള്ളേർ 3 ഹിപ്സ്റ്റർ, ബാക്കി 2 പേര് എനിക്കറിയില്ല. പക്ഷെ അവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി. അവരും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർ ഫസ്റ്റ് ഹാഫ് എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് എന്തോലെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുമ്മാ ആ സ്വാഗ്, എടാ മോനെ അങ്ങനെയൊക്കെ വിളിക്കണ വേറെ ലെവൽ. ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ അവരുടെ കൂടെ തന്നെയുള്ള ഒരു പുള്ളിയൊക്കെ ഒന്ന് അടിക്കണേ. അത് കോളേജ് ഫൈറ്റ് ചുമ്മാ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ എനിക്ക് എന്തോ ഒരു ബോർ പോലെ അടിച്ചു. കാരണം ഒരു ലാഗാണോ വിഷമമൊക്കെ കുറച്ച് കൂടിപ്പോയിരുന്നത്, ഇമോഷന്. കുഴപ്പമില്ല, പക്ഷേ അത് തീർന്നു. അത് കഴിഞ്ഞ് പിന്നെയും വന്നു ഫഹദ് ഫാസിലിൻ്റെ ഒരു ഇടി. ഫഹദ്ക്ക മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട്. ബാക്കിയെല്ലാവരും അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ആ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത് ഫഹദ്ക്കയാണ്. അത് കിണ്ണ എക്സ്പീരിയൻസ്. അപ്പം എന്തായാലും എല്ലാവരും പോയി കാണുക. അഴിഞ്ഞാട്ടം തന്നെ ഫഹദ് ഫാസിൽ പോയി കാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.